ഇപ്പോൾ ആലുവ എടത്തലയിൽ നിന്നും ഒരു വാർത്ത വരുന്നത് 7 വയസ്സുകാരനെ സ്വന്തം അച്ഛൻ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളോട് തല്ലുകൂടിയതിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ആ കുഞ്ഞിനോട് കാണിച്ചത്. 7 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. പിതാവിനെതിരെ ഇപ്പോൾ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മനോഭാവത്തിന്റെ കൂടി പ്രശ്നമാണ്. കുട്ടികൾക്കെതിരെ, പ്രായമായവർക്കെതിരെ പ്രതികരിക്കില്ല എന്നുറപ്പുള്ള ആളുകൾക്കെതിരെ ഈ നിലയിലുള്ള അതിക്രമങ്ങൾ നടത്തുന്ന ആളുകൾ, അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അതിന് കൃത്യമായി തന്നെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഇത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും അതിനെ കുറയ്ക്കാനായി കഴിയുകയുള്ളൂ. വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. വിപിൻ, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഈ നിലയിലുള്ള ക്രൂരതകളെ കുറിച്ചാണ്. അത് അഭയകേന്ദ്രങ്ങളുടെ മറവിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഇതാ സ്വന്തം കുഞ്ഞിന് നേരെ, 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് നേരെ പിതാവ് സഹോദരങ്ങളുമായി വഴക്കുണ്ടാക്കിയതിന് ചട്ടുകം പൊള്ളിച്ച് വെക്കുകയാണ്. എങ്ങനെ തോന്നും ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നത് സംശയം കൂടിയാണ്. എന്താണ് ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? അതെ അഷിത, ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. 7 വയസ്സുള്ള ഒരു കുഞ്ഞിനാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് ഇത്ര വലിയ ഒരു ക്രൂരത നേരിടേണ്ടി വന്നത്. ഇത് മെയ് മാസം ലാസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അവസാന ആഴ്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ പൊള്ളിച്ചത്. ആ പൊള്ളിച്ചത് 2-3 സ്ഥലത്ത്, അതായത് പുറകിലും കഴുത്തിന് പുറകിലും ഒക്കെ പൊള്ളിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന്, ഈ ഇടത്തലയിലുള്ള ഈ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായിട്ട് കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ കേൾക്കാറുണ്ട്. 3 കുട്ടികളും ഈ അൻസൽ എന്നുള്ള ആളും ആണ് അവിടെ താമസിച്ചിരുന്നത്. ഒപ്പം അടുത്തുള്ള ആളുകൾ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് വല്ലാതെ ശബ്ദമൊക്കെ പുറത്ത് കേൾക്കുന്നത് കണ്ട് അസ്വാഭാവികത തോന്നിയിട്ടാണ് പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് അവിടെ എത്തിയപ്പോൾ ഇവരാരും തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ പുറത്തേക്ക് പോയി എന്നുള്ളതൊക്കെയാണ്, ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ വേണ്ടി പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് അപ്പോഴും ഈ പിതാവ് വന്നിരുന്നില്ല. കുട്ടികളും ഒപ്പം തന്നെ മറ്റൊരാളുമാണ് അവിടെ ഹാജരായത്. ഇതിൽ സംശയം തോന്നി പോലീസ് ചോദിച്ചപ്പോൾ ഈ കുട്ടി പഠിച്ചു വെച്ചതുപോലെ തന്നെ അത് ചൂടുവെള്ളം വീണ് പൊള്ളിയതാണ് എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതിൽ പോലീസിന് സംശയം തോന്നുകയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് കുട്ടിയെ വിശദമായി തന്നെ കുട്ടിയുടെ മൊഴി എടുത്തപ്പോഴാണ് ചട്ടുകം വെച്ച് പൊള്ളിച്ചു. സഹോദരങ്ങളുമായി പലപ്പോഴും വീട്ടിൽ തമ്മിൽ തല്ലുകൂടാറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ പിതാവ് ചെയ്തിട്ടുള്ള ക്രൂരതയാണ് എന്നുള്ളത് ഈ കുട്ടി പറയുകയായിരുന്നു. പുറത്തും കഴുത്തിനും ഒക്കെ തന്നെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ചിട്ടുണ്ട്. വിറക് കൊണ്ട് തല്ലിയ പാടുകളുണ്ട്. അതിനുശേഷമാണ് ഇത് പിന്നീട് ചൈൽഡ് ലൈനിനെ കൈമാറുകയും ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണത്തിലേക്ക് കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. ഈ കുട്ടികളുടെ അമ്മയുമായിട്ടുള്ള വിവാഹ ബന്ധം ഇയാൾ വേർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. 3 കുട്ടികളുടെ ഇയാളുടെ അമ്മയും അൻസൽ എന്നുള്ള ഇയാളും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് പോലീസ് അറിയിക്കുന്നത്. അഷിത. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.